നമസ്കാരം. ചൈതന്യം മാസഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 1201 മകരമാസം 1-ാം തീയതി മുതൽ മകരം അവസാനം വരെയുള്ള ഒരു മാസഫലമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ മകരം ഒന്നിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മകരമാസത്തിലെ പ്രത്യേകത ഒത്തിരി ഉണ്ട് കാലഘട്ടത്തിൽ. മകരസംക്രമ സൂര്യോദയം യേശുദാസിൻ്റെ പ്രമുഖമായിട്ടുള്ള പാട്ട് തന്നെ ഉണ്ടല്ലോ, അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങളിൽ പെടുന്നതാണ്. ഈ സംക്രമത്തിൽ തമിഴ്നാട്ടിൽ ഭയങ്കര വിശേഷമാണ്. പൊങ്കൽ എന്നാണ് പറയുന്നത്, മകരപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, ഇങ്ങനെ പലതരത്തിൽ അവിടെ വലിയ ആഘോഷം. അതുപോലെ ഭാരതത്തിൽ പലയിടത്തും പല രീതിയിലുള്ള ആഘോഷങ്ങളുടെ തുടക്കമാണ് എന്ന് പറഞ്ഞാൽ ഉത്സവകാലങ്ങളുടെ തുടക്കമാണ്. മകരം, കുംഭം, മീനം, മേടം വരെ ഇതങ്ങ് പോകും. മേടസംക്രമം കൊണ്ടേ അത് തീരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മകരസംക്രമത്തിൽ ഈ മാസഫലത്തിൽ നമ്മുടെ നക്ഷത്ര വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ 5 നക്ഷത്രം വീതം നമുക്ക് പരിശോധിച്ച് പോകാം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, ഈ 5 നക്ഷത്രക്കാരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. പ്രശ്നകലുഷിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് സെറ്റിൽമെൻറ്റ്, ഒത്തുതീർപ്പിലേക്ക് വന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രശ്നകലുഷിതം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും, വ്യക്തിപരമായിട്ട്, സംഘടനയ്ക്കുള്ളിൽ, ഫാമിലി ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കലുഷിതങ്ങളെന്ന് പറഞ്ഞാൽ സംഘർഷങ്ങൾ, അത് ലഘൂകരിച്ച് പരിഹരിച്ച് മുന്നോട്ട് അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരാനുള്ള സാധ്യതകൾ ഈ മാസമുണ്ട്. ചിലപ്പോൾ കുടുംബ വ്യവഹാരം, കുടുംബ കോടതി കിടക്കുന്ന കാര്യങ്ങൾ തർക്കിച്ച് അടിച്ച് പിരിഞ്ഞ് സാമ്പത്തിക കാര്യത്തെപ്പറ്റിയും ഡിവോഴ്സിനെ പറ്റിയും അതിനൊരു വഴിത്തിരിവ് വരാനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് സസ്പെൻഷൻ, ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെയുള്ള നോട്ടീസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിലൊരു സെറ്റിൽമെൻറ്റ് വന്ന് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമാവാനുള്ള സാധ്യത മകരമാസത്തിൽ കൂടുതലാണ്. അതുപോലെ വീടിൻ്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വൈതരണികളുണ്ടായി പലിശ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ളത് കാര്യങ്ങൾക്ക് മാറ്റം വന്ന് ഒരു വഴി അനുകൂലമായിട്ട് തെളിയാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെ കലുഷിതങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈ മകരസംക്രമം നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. തുടക്കങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾക്ക് ആരംഭ ശുഭകരമായിട്ടുള്ള മാസമാണ്. പ്രത്യേകിച്ച് ഈ 5 നക്ഷത്രക്കാരിൽ നോക്കുമ്പോൾ പുതുതായിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ, പുതുതായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളിലേക്ക്, പുതുതായിട്ടുള്ള പാർട്ട് ടൈം വർക്കുകൾ, വിദേശത്ത് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വളരെ അനുകൂലമാണ്. അതിനിറങ്ങിയാൽ, അതിന് ശ്രമിച്ചാൽ വിജയം ഉണ്ടാകും. ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് സാക്ഷാൽ വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരൻ ഒരു 11 ദിവസം മുടങ്ങാതെ കറുകപ്പുല്ലുമാല, ഭഗവാൻ അറുകമ്പുല്ലുമാല ചാർത്തി വിഘ്നേശ്വരന് പുഷ്പാഞ്ജലി നടത്തി 11ാമത്തെ ദിവസം 11 നാളികേരം ഉടച്ച് ഭഗവത് അനുഗ്രഹം വാങ്ങിക്കുക. തടസ്സങ്ങളൊക്കെ മാറും. അടുത്തത് തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകനക്ഷത്രം. ഈ 5 നക്ഷത്രക്കാരുടെ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും പല തരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ, വെല്ലുവിളി, വാശി, ശത്രുദോഷം, ഈ തരത്തിലുള്ള വൈരാഗ്യം, അസൂയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ന്യായമായിട്ടും നീതിയായിട്ടും നമുക്ക് ഫേവറബിളായിട്ട്, അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം, കുടുംബപരമായിട്ടുള്ളത്, വളരെ പഴക്കമായിട്ടുള്ളത്,
തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ വാശി വൈരാഗ്യത്തോടു കൂടി നമ്മളെ ഒറ്റപ്പെടുത്തുക, തകർക്കുക, ഒട്ടിക്കുക, കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള എതിർപ്പുകളും. പിന്നെയോ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ, അതോടൊപ്പം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, മറ്റു കാര്യങ്ങൾ, വാശികൾ, ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന്, അതായത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചിഴച്ചിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത് പ്രശ്നകലുഷിതമാവാതെ മുന്നോട്ട് പോകുന്നതിന്, അതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി വിജയത്തിലെത്തിക്കുന്നതിനും വഴി തുറക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം. അതോടൊപ്പം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ ഇതിനു മുമ്പ് 2 തവണ തട്ടിമാറിപ്പോയി. പ്രത്യേകിച്ച് ഈ മകരമാസത്തിൽ നോക്കുമ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധ വേണം, ജാഗ്രത വേണം, കരുതൽ വേണം. അത് നമുക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാന്, വേലായുധന് അഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷം. അത് 6 ദിവസം ഭഗവാന് സങ്കല്പിച്ച് 6 തരത്തിലുള്ള അഭിഷേകങ്ങൾ അമ്പലത്തിൽ ചെയ്ത് അർച്ചന നടത്തുന്നത് വളരെ വിശേഷം. അതായത് 6 മുഖൻ എന്നുള്ള സങ്കല്പത്തിൽ നോക്കുമ്പോൾ 6 ഭാവങ്ങളിൽ അഭിഷേകം. അതിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ട കളഭം, പഞ്ചാമൃതം, ഭസ്മം, പാല്, പനിനീര്, അങ്ങനെ 6 ദ്രവ്യങ്ങൾ, എണ്ണ, എന്ത് വേണമാണ്. വളരെ നല്ല മാറ്റം നമ്മുടെ കാര്യങ്ങൾക്കുണ്ടാകാൻ അനുഗ്രഹം ഉണ്ടാകും. 6ാമത്തെ അഭിഷേകത്തിൻ്റെ അന്ന് ഭഗവാന് പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ബന്ധന ദോഷങ്ങൾ വരാതിരിക്കണം. അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗുണപ്പെടുത്തിയെടുക്കാനുള്ള വഴികൾ അഡീഷണലായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ വർക്കോ ചെയ്താലേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താൽ അതും വിജയിക്കാൻ ദൈവാധീനം കാണുന്നുണ്ട്. ദൈവാധീനം നമ്മൾ തേടി കണ്ടെത്തണം, നമ്മൾ പ്രാർത്ഥിച്ച് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ ആവശ്യം. വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ഈ അഭിഷേക സമയത്ത് അമ്പലത്തിൽ പോകുമ്പോൾ വളരെ നല്ലതാണ്. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, ഈ 5 നക്ഷത്രക്കാരുടെ മാസഫലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മുന്നിലേക്ക് എത്താൻ വൈകുമെന്നുള്ളതാണ്. പ്രതീക്ഷിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചിലപ്പോൾ ഡിലേ ആയിപ്പോവും. കാരണം അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ്, വേണ്ട തരത്തിലുള്ള അഫെയർ, മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നത് ബ്രേക്കപ്പ് ആവും. കാരണം ചിലപ്പോൾ പലരുടെയും നുണയും പാരവയ്പ്പും പ്രശ്നങ്ങളും അസൂയയും കൊണ്ടാകാം. അത് നമ്മളെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ള മാനസിക സംഘർഷത്തിലേക്ക് എത്തിക്കും. ഫോൺ വിളിച്ചാലും മെസ്സേജിന് പോലും മറുപടി ഇല്ലാത്ത രീതിയിൽ അകൽച്ച ഉണ്ടാകുമ്പോൾ തെറ്റിദ്ധരിക്കും. നമ്മുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കും, ജോലിയെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിച്ച് നമ്മളാകെ മൂഡൗട്ടാകുന്ന, ഉറക്കത്തെയും ഭക്ഷണത്തെയും വരെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇത് മറികടന്ന് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ആവശ്യമാണ്. അപ്പം അതിന് സഹായകം ഗുരുത്വവും ദൈവാധീനവും തന്നെ. നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ച് നമുക്ക് എതിരായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, വിഷമമായിട്ട് വരുന്ന കാര്യങ്ങളെ തരണം ചെയ്ത് അതിനൊരു നിവൃത്തി ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇവിടെ ഗൃഹത്തിൽ അഷ്ടലക്ഷ്മി പൂജ ചെയ്ത് ഉപചാര സമർപ്പണ ക്രിയയിൽ പ്രസന്ന പൂജ നടത്തിയതിന് ശേഷം ത്രിശുദ്ധി സമർപ്പണം ചെയ്യണം. ആ ത്രിശുദ്ധി സമർപ്പണം ചെയ്യുമ്പോഴത്തേക്ക് ഈ തരത്തിലുള്ള
ഗൃഹത്തിലോ സ്ഥാപനത്തിലോ നമ്മുടെ മാനസികാവസ്ഥയിലോ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ, കെട്ടുകൾ മാറും. അതല്ലെങ്കിൽ അഷ്ടലക്ഷ്മി ചക്രം നമ്മുടെ സ്ഥാപനത്തിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ പൂജാമുറിയിലോ വീട്ടിലോ 41 ദിവസം നെയ്ദീപം കത്തിക്കുന്നത് വളരെ വിശേഷമാണ്. പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്താനും അതിൽ നല്ല രീതിയിൽ വിജയം നമ്മുടെ കാര്യങ്ങൾക്ക് ഉണ്ടാകാനും ഈ അഷ്ടലക്ഷ്മി സാന്നിധ്യം അനുകൂലമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കിട്ടാനുള്ള സാമ്പത്തികം, അത് നമ്മൾ സഹായിച്ചതോ കടം കൊടുത്തതോ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെതോ ഏത് തരത്തിലുള്ള സാമ്പത്തികം എന്നാൽ കിട്ടാനുള്ള വഴി തെളിയും. ചിലപ്പോൾ അത് 1-2 ഘട്ടങ്ങളായിട്ട്, പക്ഷെ അത് വാങ്ങിക്കുക, കിട്ടുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യം എന്നുള്ള കാര്യമാണ്. ഇവിടെയും ഈ അഷ്ടലക്ഷ്മി ചക്ര നെയ്ദീപം കത്തിക്കുമ്പോൾ ആ തടസ്സങ്ങൾ മാറി നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾ വരാനുള്ള വഴി തെളിയും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ടെൻഷനുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, അതായത് വീഴ്ച ഉണ്ടാകുക, ആക്സിഡൻ്റ് ഉണ്ടാകുക, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യത്തെപ്പറ്റി സ്മെല്ല് ചെയ്യുക, അല്ലെങ്കിൽ സൂചിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്കാൻ ചെയ്തോ മറ്റു കാര്യങ്ങളോ കണ്ടെത്തി അതിലേക്ക് പോവേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഇതിനെ ഓവർകം ചെയ്ത് കാര്യങ്ങളുടെ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ദൈവാധീനം കൂടി നമ്മൾ കണ്ടെത്തും. കാരണം നമ്മുടെ കാര്യത്തിന് നമ്മളേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യം ശരിയായാലും നമുക്ക് ഓടാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ ശ്രീരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. 2.5-3 വർഷം ആ എനർജി, ആ ശക്തി സാമീപ്യം ഉണ്ടാകണം. ദൈവാധീനം പൊതുവെ അനുകൂലമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ 5 നക്ഷത്രക്കാരുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് നിരന്തരം നെഗറ്റീവ് സിംറ്റങ്ങൾ കാണുക, ചില്ലുടഞ്ഞുകൊണ്ടേയിരിക്കുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ടീപ്പോയുടെയോ ജനലിൻ്റെയോ, അത് ദോഷലക്ഷണമാണ്. നമ്മുടെ ഓമനിച്ച പെറ്റുകൾ ചത്തുപോവുകയാണ്. പട്ടി, പൂച്ച, പ്രാവ്, നായ അല്ലെങ്കിൽ പശു, ഇതൊക്കെ അഗ്നിദോഷങ്ങൾ നിരന്തരം ഉണ്ടാകുക. തീമൂലം, കുക്കറിൻ്റെ, ഗ്യാസിൻ്റെ, ഇലക്ട്രിക് സ്വിച്ചിൻ്റെ വിളക്ക് കത്തിക്കുന്നിടത്തോ അരി വടിക്കുമ്പോഴോ വാർക്കുമ്പോഴോ ആ തരത്തിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സിംറ്റങ്ങൾ, നെഗറ്റീവ് ലക്ഷണങ്ങൾ അങ്ങനെ അനുഭവപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ ഗൃഹത്തിലായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള സപ്തശുദ്ധിക്രിയ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ളത്. കാരണം ഒരു ആപത്ത് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കലുഷിതമാകുന്നു, ആയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിംറ്റത്തിൻ്റെ ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ നമ്മളെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതിന് വാസ്തു പൂജയോ വാസ്തു ബലിയോ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. കാരണം ബിസിനസ് നല്ലപോലെ നടക്കുന്നു, പക്ഷേ കയ്യിൽ പൈസ എടുക്കാനില്ല. വർക്ക് നടക്കുന്നു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്നൊക്കെ പറയാം, കയ്യിൽ വരുന്നു, അത് പോകുന്നു 4 വഴിക്ക്. നമ്മുടേതായിട്ടുള്ള ലാഭവിഹിതം എന്നുള്ളത് 0. ഇത് മറ്റാരടുത്ത് പറഞ്ഞാലും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും വിശ്വസനീയമായിട്ട് വരില്ല. ഇതൊക്കെ അഭിനയിക്കുകയാണ്, ബാങ്കിലും പെട്ടിയിലും ലോക്കറിലും ഉണ്ടെന്നുള്ള അവരുടെ ധാരണ. യഥാർത്ഥത്തിൽ പലിശ കൊടുക്കാൻ വേണ്ടി ഈ തരത്തിൽ പോവുകയാണെങ്കിൽ പലിശയ്ക്ക് എടുക്കേണ്ട സാഹചര്യം വരെ കാണും. അപ്പോൾ ഇതിനെ മറികടക്കണം. ഇവിടെ മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ച് 7 ചൊവ്വാഴ്ചയും 7 വെള്ളിയാഴ്ചയും ഈ ചക്രത്തിൻ്റെ മഹാത്രിപുരസുന്ദരി കവചിത മന്ത്രം ചക്രത്തിൻ്റെ മുമ്പിൽ നാരങ്ങാദീപം കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഒരു ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് 2 തോടയിലും നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കാം. ഈ ഇത്രയും ദിവസത്തിനകത്ത് തന്നെ എൻ്റെ മാറ്റം ഉണ്ടാകും.
യാതൊരു സംശയമില്ല. ദൈവാധീനം പൊതുവെ അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞവയിൽ. അടുത്ത 5 നക്ഷത്രക്കാരുടെ നമുക്ക് നോക്കാം. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി. ഈ നക്ഷത്രക്കാരിൽ ഈ മകര സംക്രമവേളയിൽ ഈ മാസത്തിൻ്റെ ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുമ്പോഴത്തേക്ക് വ്യതിയാന ഭാവുക സ്ഥാനാധിപത്യയോഗി സർവാംഗ പ്രകൃത്യാനാം രക്ഷരു ഭവതന്തു പ്രജ്വലാം. ഉജ്ജ്വലഭാവത്തിൽ പ്രജ്വലമായിട്ട് വരാനുള്ള പല വേദികളും, പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ തേടി വരാനുള്ള യോഗമുണ്ട്. ഇവിടെ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് നൃത്തമായിക്കോട്ടെ, വാദ്യ ഉപകരണങ്ങളായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, ഏത് തരത്തിലാണ് കലാപരമായിട്ട് ഫീൽഡിൽ നിൽക്കുന്നവർക്കും വ്യക്തിപരമായിട്ടുള്ള കാൽവയ്പ്പുകൾ വിജയത്തിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഈ മേഖലയിൽ പൊതുവെ അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും വൈരാഗ്യങ്ങളുടെയും ഒരു മേഖലയാണ്. കാരണം ഒരാൾ നന്നായി വരുന്നതിനെ പുറകോട്ട് വലിക്കുന്ന സ്വഭാവക്കാർ കൂടുതലുള്ള വേദിയാണ് കലാപരമായിട്ടുള്ള ഫീൽഡിൽ. അസൂയ എന്നുള്ളതാണ് ഒരു തരത്തിൽ പറഞ്ഞത്. പിന്നെ എക്സ്പെൻസീവുമാണ്. ഓരോ കലാകാരനും അതിൻ്റേതായിട്ടുള്ള സാധകം ചെയ്യുന്നതോടൊപ്പം തന്നെ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടെ നമ്മളെ വലിച്ചഴയ്ക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെയല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ആർജിച്ചിട്ടുള്ള, നമ്മൾ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുള്ള മേഖലയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയേ പറ്റൂ, അവസരം കിട്ടിയേ പറ്റൂ. അത് മറ്റ് തടസ്സങ്ങളൊന്നും വരാതെ കാര്യങ്ങൾ വിജയപ്രദത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ 1-2 മേഖലയിൽ നിന്ന് നമുക്ക് ഉണ്ടാവും. നമ്മുടെ ശ്രമവും കൂടി അതിന് വേണം. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ, അതായത് പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ നിന്നോ ആ തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ഇനിയും വരാൻ പാടില്ല. ഇതിനു മുമ്പ് 1-2 തവണ പലതരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടത്, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ വരെ ഈശ്വരാധീനം കൊണ്ട് മാറി കിട്ടി. അപ്പം അതിനൊരു കരുതൽ, ശ്രദ്ധ നമുക്കുണ്ടായി പറ്റൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംഘടനാപരമായിട്ടുള്ള മേഖലയിൽ, സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ, പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട മേഖല, അതായത് കൂട്ടായ്മയിൽ ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന വേളയിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം കൂടെ നിൽക്കും, നമുക്ക് സഹായമായിട്ട് നമ്മുടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, മലയാളത്തിൽ പറഞ്ഞാൽ ഈ കാല് മാറും എന്നുള്ളതാണ് സത്യം. ചതിക്കും. അത് കരുതലും ശ്രദ്ധയും വേണം. കാരണം രാഷ്ട്രീയ ഫീൽഡിൽ പ്രത്യേകിച്ച് നോക്കുമ്പം, സംഘടനാ ഫീൽഡിൽ, മത്സര ഫീൽഡിൽ പറയേ വേണ്ട. ഇവിടെ നമ്മൾ ദൈവാധീനം കൂടി നമുക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടതുള്ള സ്ഥാനവും മാനവും നിലനിർത്തി പോയില്ലേ പിന്നെ എന്തിനാ ജീവിതം? അവിടെ ഈ ശത്രുദോഷവും മറ്റുള്ളവരുടെ പ്രേരണയും നമുക്ക് ദോഷകരമായിട്ട് വരാൻ, ബുദ്ധിമുട്ടുണ്ടാക്കാനോ പാടില്ല. ഇവിടെ മഹാസുദർശന കവചിത മന്ത്രം നല്ല രീതിയിൽ പൂജിച്ച് അത് ധരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. മഹാസുദർശന കവചിത മന്ത്രം, അതല്ലെങ്കിൽ ഉഗ്ര നരസിംഹ കവചിത മന്ത്രവും നല്ലതാണ്. നരസിംഹമൂർത്തി മന്ത്രം, അത് ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടോ നമ്മുടെ സാമീപ്യം നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ നമ്മളെ കഴുത്തിലോ അരയിലോ ധരിക്കാനോ ഏത് തരത്തിലായിരുന്നാലും അത് ചെയ്യേണ്ടത് നമുക്ക് പോകുന്ന കാര്യങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങൾ വരാതെ, നഷ്ടങ്ങൾ, ലോസുകൾ വരാതെ മുന്നോട്ട് പോകാൻ സഹായകരമാകും. അതുപോലെ തന്നെ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ മുടങ്ങിക്കിടക്കുന്നത്, കൊടുക്കൽ വാങ്ങൽ, അതുമൂലം നമുക്കുണ്ടാകേണ്ട ഗുണവും നേട്ടവും നീണ്ടുപോകുന്ന സാഹചര്യം ഒഴിവായി കാര്യങ്ങൾക്ക് തീരുമാനം അനുകൂലമായി വരാൻ ദൈവാധീനം കാണുന്നുണ്ട്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ, വാഹനം കറക്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വാങ്ങാനോ പുതുതായിട്ട് വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ്.
ഇവിടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചുള്ള ഒരു പ്രതിബദ്ധതായോഗം കാണും. പ്രതിബദ്ധതായോഗം. അപ്പോൾ കഴിവും ബുദ്ധിയും സാമർഥ്യവും ഈശ്വരാധീനവും ഒക്കെ ഉണ്ടെങ്കിലും റിസൾട്ട് വരുമ്പം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല. പ്രത്യേകിച്ച് നീറ്റ് എക്സാം, എൻട്രൻസ് കോച്ചിങ്, മറ്റ് കാര്യങ്ങളിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ അത് സെലക്ട് ആകാതിരുന്നാൽ എന്ത് ചെയ്യും? അത് വരണം. ഇവിടെയും പലപ്പോഴും പിടിവാശി അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. എപ്പോഴും പഠിയെന്ന് പറയണ്ട, ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിൽ ഒരു അലസറാണ്. തൊണ്ടവേദന, കൈവേദന, കാലുവേദന, ദഹനപ്രശ്നം, ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ, ചില ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന ടെൻഷൻ, ഇതൊക്കെ ബാധിക്കും. ആൺകുട്ടികളെ സംബന്ധിച്ചോളം വാഹന സംബന്ധമായുള്ള കാര്യത്തിലുള്ള വാശി, മൊബൈലിൻ്റെ വാശി, എപ്പോഴും മൊബൈലിൽ കളി, മുടി സ്പൈക്ക് ചെയ്യണോ, ജിമ്മിൽ പോകണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, കരോട്ടയ്ക്ക് പോകണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. പെൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി കൊഴിഞ്ഞാൽ സങ്കടം, ഏതെങ്കിലും ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വാടിയിരിക്കും, ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ആ നക്ഷത്രയോഗ സമയത്തിൻ്റെയൊക്കെയാണ്. പ്രതിബദ്ധതാ യോഗത്തിലേക്ക് ഇവിടെ വരാൻ പാടില്ല. നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കണം, ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ അത് പ്രതിബദ്ധതയായി. അതിന് ഡെസ്റ്റിനി എന്ന് പറയുന്ന കാര്യങ്ങൾ, ലക്ഷ്യം അല്ലെങ്കിൽ ഡ്രീം ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ ലക്ഷ്യവും ഡ്രീമും മറ്റുള്ളവർ പറയുമ്പം, വീട്ടുകാർ പറയുമ്പോഴത്തേക്ക് ഉണ്ടാവും, പിന്നെ അതങ്ങ് മറക്കും, മാറ്റിവെക്കും. അത് വരാൻ പാടില്ല. അപ്പോൾ അത് ഒരു ഉറച്ച മനസ്സോടുകൂടി ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആർജവത്വവും ഊർജ്ജവും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഗുരുത്വം ഉണ്ടാകണം, സബ്മിഷൻ ഉണ്ടാകണം, ദൈവഭയം ഉണ്ടാകണം. അത് വെറുതെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനയും സമർപ്പണവും കാര്യങ്ങളും ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക തുടങ്ങിയ കാര്യങ്ങൾ പ്രേരണ കൊണ്ട് ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് തന്നെ പോകണമെന്നാണ്. അതിൻ്റെയായിട്ടുള്ള മാറ്റം നമ്മുടെ ലൈഫിലുണ്ടാവും, വിജയത്തിലേക്ക് എത്തും, യാതൊരു സംശയമില്ല. നെക്സ്റ്റ് പൂരുരുട്ടാതി, ഉത്രട്ടാതി. ദൈവാധീനം അനുകൂലം തന്നെയാണ്. സാമ്പത്തിക അധിക ചെലവുകൾ വരും, വളരെ ശ്രദ്ധിക്കണം. 10,000 ഉറുപ്പികയ്ക്ക് കാര്യങ്ങൾ തീരുമെന്നുള്ളിടത്ത് 15,000 തീരില്ല, നമ്മൾ പെട്ടുപോകും. പിന്നെയോ പ്രതീക്ഷിക്കുന്ന സഹായം, സാമ്പത്തികം സമയോചിതമായിട്ട് നമ്മുടെ കയ്യിലെത്താതെ നമ്മൾ വലയ്ക്കും. കടമെടുക്കേണ്ട സാഹചര്യം, പണയം വെക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല. അതുമൂലം ചില പ്രശ്നങ്ങളിൽ നമ്മൾ ചീത്തപ്പേരുണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ജാമ്യം നിന്നവരെ സംബന്ധിച്ചോളം വായ്പയ്ക്കോ മറ്റ് ഇടപാടുകൾക്കോ കാര്യങ്ങൾക്കോ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിൽ നോട്ടീസും ചോദ്യവും വരും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അത് വിശ്വസിച്ച് നമ്മൾ ചെയ്തവരെ ഭാഗത്തുനിന്ന് അതനുസരിച്ചുള്ള അനുകൂല പ്രതികരണം ഉണ്ടാവുകയില്ലെങ്കിലും സങ്കടമാവുകയും ചെയ്യും. പിന്നെ ഈ പിതൃപൂജകൾ മുടങ്ങിയത്, ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയിട്ടുള്ള ആത്മാക്കളുടെ സമർപ്പണക്രിയകൾ, തിലഹോമം, പാൽപ്പായസവും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് വിഷ്ണുപാദ സമർപ്പണം ചെയ്യണം. അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും വളരെ അനുകൂലമായിട്ട് വരും. പിന്നെ ഈ ചില പ്രശ്നത്തിൽ ചില ആൾക്കാരുമായിട്ട് ഉണ്ടാകുന്ന തർക്കം, വസ്തു അല്ലെങ്കിൽ അതിരിൻ്റെ കാര്യം, വഴിയുടെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള രമ്യതയിലേക്ക് പോകാനുള്ള വഴി മകരമാസത്തിൽ അനുകൂലമായിട്ട് വരണം. കുറച്ച് വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തുനിന്നും വേണം. അത് ചെയ്യുന്നതായിരിക്കും ഉചിതം. കാരണം എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് അവരുടെ ദൃഷ്ടി. ഇവിടെ എന്ത് നടക്കുന്നു, വരുന്നു, പോകുന്നു, ആരെന്ത് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ്. ആ അസൂയപരമായുള്ള ദൃഷ്ടി പാപദോഷങ്ങൾ, ശാപബന്ധന, പ്രാക്കെന്നൊക്കെ പറയും, അത് ബാധിക്കാതിരിക്കും. ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം, ഉപചാര സമർപ്പണ ക്രിയ പൂജ ചെയ്ത് ശക്തിപ്പെടുത്തി അത് കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുക. അതിൻ്റെ മാറ്റം ഉണ്ടാകും. അപ്പോൾ കന്നിമൂലയിൽ പറ്റിയില്ലെങ്കിൽ അത് പൂച്ചട്ടിയിലോ മണ്ണോട് ചേർന്ന് വെക്കുന്നത് വളരെ വിശേഷം. ഈ നെഗറ്റീവ് ഒന്നും നമുക്ക് അകത്തോട്ട് വരാതെ കാര്യങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്നിവിടെ ഈ മാസഫലം, ഈ മകര മാസത്തെ ഫലം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത മാസത്തിലേക്ക്
കാണാം എല്ലാവർക്കും.